ഹായ് ഹലോ ഗ്രീൻ ടു വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഉള്ളിൽ ഒരു കിളി മുട്ടയിട്ടിരിക്കുന്നുണ്ട്. അത് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. നമ്മൾ കിളിയുടെ പോക്കുവരവ് കണ്ടപ്പോഴാണ് നമ്മൾ വെറുതെ നോക്കി തന്നെ. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് വേണ്ട സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേ പൂടെ തിരിച്ചും മുളച്ചുള്ളൂ കേട്ടോ. ഇത് ഈ കിളി എന്തിട്ട് കിളിയാന്ന് വെച്ചാൽ തൊപ്പിക്കിളി എന്നൊക്കെ പറയും. റെഡും ബ്രൗൺ ആയിട്ടുള്ള തൊപ്പിക്കിളി, അതാണ് സാധനം. ഇവരെ വളർച്ച എന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് തൂലൊന്ന് പറക്കുണ്ടാ. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് കുറ്റങ്ങളുടെ. അതായത് നമ്മൾ ഇതിനെ കുറേ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് വലുതിനെ, പക്ഷെ കിട്ടിയില്ല. അത് കിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ വേലിക്കൊക്കെ ഉണ്ടായിരുന്നു, മുന്നേ വേലിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത് കണ്ടത്. അടുത്തത് നമ്മുടെ കോഴിക്കുട്ടികളെ കാണിച്ചു തരാനാണ്. ഇത് മുട്ടക്കോഴി എന്ന് പറയും. സാസോ എൻ്റെ അടുത്ത് പെട്ട കോഴിയാണ്. മുട്ടക്കോഴി തന്നെ ഒരു 2-3 കിലോ വയ്ക്കും പൂനും പെടയിട്ട്. ഇത് മണ്ണത്തിലുള്ള ഹരിച്ചാറിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി കുട്ടികളാണ്, വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികളാണ് കൂടുതലും. തമിഴന്മാരുടെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോഴികളാട്ടോ. അത് ഇവിടെ കൊണ്ടുവരണത് ആള് അതേപോലത്തെ കോഴികളാണ് കൊണ്ടുവരണത്. പിന്നെ എടുക്കണ മാസം നോക്കണം. മാസം എന്ന് വെച്ചാൽ ചൂട് കൂടുന്ന മാസമാണോ അതൊക്കെ നോക്കിയിട്ട് വേണം കോഴിനെ എടുക്കണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ മുളയുടെ ഒരു തൈ വാങ്ങിയിട്ടുണ്ട്. ഇത് 80 രൂപയാണ് വരുന്നത്. അതും നമ്മുടെ ഈ ചെടി ഈ ഫാമിൻ്റെ ഉള്ളിൽ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു വലിയൊരു ചെടിച്ചട്ടി ഉണ്ട്, അതിൽ വെക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടൻ മുള വെച്ചിട്ടുണ്ട് ഇതിൽ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ മുള വലുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ മുള ഇതിൽ സെറ്റ് ആയിക്കണതാണ്. അതുപോലെ തന്നെ അത് വളർന്ന സ്ഥിതിക്ക് ഇതും വളരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വേറെ ചെടിച്ചട്ടി മാറ്റിയിട്ടില്ല. ഇത് ഒരുമിച്ചായിരിക്കും നമ്മൾ വേറെ ചെടിച്ചട്ടി മാറ്റുന്നത്. എന്നിട്ട് അത് മുളച്ച് വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും വേറൊരു ചെടിച്ചട്ടിക്ക് മാറ്റും. അത് വേഗം എടുത്ത് മാറ്റാൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോഴിയുടെ വേസ്റ്റ്, അതായത് എപ്പോഴും നമ്മൾ കോഴിക്കുട്ടികളുടെ പേപ്പറിൽ മാറ്റുന്നുണ്ട്. അത് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ കത്തിച്ച് കളയും. അപ്പോൾ അതേ കുറച്ച് നിലത്തെടുക്കുന്നുണ്ട്. അത് ഇന്ന് വൈകിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ എടുത്തിടും. നാളേക്ക് തുടങ്ങും. അതുപോലെ തന്നെ താറാവളെ കഴിച്ചിട്ടിട്ടുണ്ട്. കാലത്ത് തീറ്റ കൊടുത്തു. അതിൻ്റെ വീഡിയോ ഇടുമെന്ന് വെച്ചത്, പക്ഷേ പറ്റിയത് നമുക്ക്. ഈ കോഴീനൊക്കെ വിൽക്കണത് ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. അത് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ കളർ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ലാമിനേഷൻ ചെയ്തേക്കുന്നത്. ലാമിനേഷൻ നമ്മുടെ രീതിയിൽ ലാമിനേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരെ വിൽക്കണ കാരണം കൊണ്ട് നമ്മൾ അത് ഒട്ടിക്കാൻ പോകണം. നമ്മളെല്ലാ കടകളിലും ഒട്ടിക്കാൻ പോകണം. അപ്പോൾ ഒട്ടിനായിട്ട് മുന്നേ നമ്മുടെ താറാവുള്ള കാലുമൊക്കെ ടൈ കണ്ട കറുത്ത, അതായത് വെള്ളട്ടൈ, കറുത്തല്ല വെള്ളട്ടൈന് നമ്മൾ കെട്ടിയിട്ടുണ്ട്. താറാവുള്ളം നമുക്ക് വേണ്ട ആവശ്യമുള്ള താറാവുള്ളയും ഫ്ലെയിം ഡക്കിൻ്റെ ഒക്കെ കാലുമ്പോൾ നമ്മൾ വെള്ളട്ടൈ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് വാത്തയും അതുപോലെ ആ ബ്രോയിലർ താറാവും നമ്മൾ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഡക്ക് മെയിലാണ് വേണ്ട. അപ്പോൾ 2 ഫീമെയിൽ വേണ്ട വെച്ചില്ല. പിന്നെ ആ ഇറച്ചി താറാവിന് ഭയങ്കര സൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതെ ഈ താറാവുകളൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉള്ള നമ്മൾ നട്ടക്കണ ചെടികൾ മൊത്തം തിന്നിട്ടുണ്ട്. നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെടി എന്ന് വെച്ചാൽ പച്ചക്കറികൾ വിത്തുകളൊക്കെ നട്ടുണ്ടായിരുന്നു. അതുപോലെ ചീര മുളച്ച് വരണ്ടായിരുന്നു, അതൊക്കെ തിന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല. ഇനിയിപ്പോൾ പതിയെ നനച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ചെടികൾ 2 വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പകുതിയോളം ഇലകൾ തിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചവറുകളൊന്നും അടിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ നമുക്ക് മണ്ണിന് നനവ് കിട്ടാൻ വേണ്ടി വെള്ളം വറ്റി പോണ്ടിരിക്കുന്ന ചവറുകൾ അങ്ങനെ ഇട്ടേക്കണത്, കത്തിച്ച് കളയാണ്ട് ഇട്ടേക്കണത്. പിന്നെ അതുപോലെ തക്കാളി തൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരുമിച്ച് എടുത്തെടുത്ത് നട്ടേക്കണത്. അതൊരു താങ്ങ് കൊടുത്തിട്ട് വേണം തക്കാളി തൈ നടണമെങ്കിൽ തക്കാളി തൈ ഒടിഞ്ഞ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ അടുപ്പിച്ച് നട്ടണത്. ബാക്കി മറ്റേ നമ്മുടെ വഴുതനയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അത് ഇത്തിരി നീക്കി നട്ടേക്കണേ. അത് കുട പോലെ വിരിഞ്ഞ് നിൽക്കണതാണ്. അപ്പോൾ അത് കാരണം നീക്കി നട്ടണം. പിന്നെ അതുപോലെ തന്നെ വേപ്പും തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വേപ്പും തൈ നമുക്ക് ഇവിടെ നട്ട് കഴിഞ്ഞാൽ മുളക്കില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേഗം എടുത്ത് മാറ്റാൻ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോണത്. അത് വേറൊരു ചെടിച്ചട്ടി കൂടി വാങ്ങിക്കണം. പൈസ ആയിട്ടില്ല. പൈസ ആയി കഴിഞ്ഞാൽ ചെടിച്ചട്ടി വാങ്ങിയിട്ട് നമുക്ക് അതൊക്കെ എല്ലാം സെപ്പറേറ്റ് ചെടിച്ചട്ടികളിൽ വെക്കണം. അതുപോലെ നമ്മുടെ വീണ്ടും പുറത്തൊക്കെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ വലിയ ചെടിച്ചട്ടികളിൽ വെക്കണം. നിലത്ത് നട്ട് കഴിഞ്ഞാൽ പറിച്ചത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം നമ്മൾ അങ്ങനെ ചെടിച്ചട്ടിയിൽ വെക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാവരും നശിപ്പിച്ചിട്ടുണ്ട് കോഴികൾ. പിന്നെ അതുപോലെ നമ്മുടെ ടാങ്കിൻ്റെ പണിയെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇട്ടേക്കുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇനി എന്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റ് അടിക്കണം. വൈറ്റ് സിമെൻറ്റിൽ പശ വെച്ചിട്ട് വേണം അതടിക്കണമെങ്കിൽ. അതടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പ്രൈമർ കൂട്ട് അടിക്കാം. പ്രൈമർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, വീട്ടിലിരിക്കുന്നുണ്ട്. അത് ലീക്ക് പ്രൂഫ് അടിക്കണതാണ്. അത് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സാധനം അടിക്കണം. അപ്പോൾ അത്യാവശ്യം ലീക്കില്ലാണ്ട് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് സിമെൻറ്റിക്ക് പരിക്കാൻ മറ്റേ ചാന്ത് പോലെ കുറുക്കി അടിക്കണം കേട്ടോ. പിന്നെ അതുപോലെ സിമെൻറ്റ് കൂടാണ്ട് മണലും ഒക്കെ വാങ്ങിക്കണം. ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. പിന്നെ ബാക്കി ഇഷ്ടം വെച്ചിട്ട് അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് കെട്ടണം. അതൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ പണി അവിടെ ഇട്ടേക്കാണ്.
അല്ല ഇന്നലെ വെള്ളം വന്നിട്ടായി പൈപ്പിൽ. അപ്പോൾ വെള്ളം വന്നപ്പോൾ 2 ഡ്രമ്മിലും വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ താറാവുകൾക്ക് 2 ഡ്രമ്മ് വേണ്ട ആവശ്യമില്ല, 1 ഡ്രമ്മ് മതി. അപ്പോൾ 1 ഡ്രമ്മ് നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. അത് ആ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുവരാത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 2 ഇതിൽ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണത്തിൽ മാത്രം വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇല്ല എല്ലാവരും കുളി കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കണേ. ചോറിന് വേണ്ടി നിൽക്കണം കേട്ടോ അവർക്കത് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ബക്കറ്റിൽ വെള്ളം വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വെച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത്. പിന്നെ പിങ്കി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിങ്കിക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഡാളിന് എടുക്കാൻ പോയത്. പിന്നെ കോഴി മുട്ടയിട്ടുണ്ട് അതിൽ, അത് എടുത്തിട്ടില്ല. അന്ന് വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ എടുക്കുള്ളൂ. അപ്പം എന്നാൽ മുട്ട അവിടെ ഇരിക്കണമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കി മുട്ടകൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, അപ്പുറത്തെ കൂട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കാണിച്ചു തരാം. ഇതേ അവിടെ കണ്ട ആ ഒരു പാത്രത്തിൽ നമ്മൾ മുട്ട തുറന്ന് വെച്ചേക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ വിരിയാൻ ചാൻസ് കുറവാണ് മുട്ട. അപ്പോൾ അത് കാരണം നമ്മൾ തുറന്ന് വെച്ചേക്കണതാണ്. പിന്നെ ഇവളാണ് മുട്ട ഇടുന്നത്, വെള്ളക്കോഴി മുട്ട ഇട്ടിട്ടില്ല. ഇവളാണ് ഇപ്പോഴും കൂട്ടി കയറിയിരിക്കുന്നതും മുട്ട ഇടുന്നതൊക്കെ. ഇവളിന് എന്താണ് ഇരിക്കുന്നത്. അതുപോലെ ഇത് ചാത്തൻ കോഴിയുടെ കാലുമ്പോൾ നമ്മൾ ടൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവനും ടൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ തീറ്റിട്ട് കൊടുക്കണം. തീറ്റിട്ട് കൊടുത്തില്ല. തീറ്റ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോറാണ്. നമ്മളിത് ഇപ്പം 4:30 നമ്മൾ വീഡിയോ എടുക്കണം. അപ്പം അവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാവരും ഇതിന് ചോറിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. ചോറ് കുറച്ചുള്ളൂ, ഇത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കണം. ഇതല്ല എത്രത്തോളം കിട്ടുമെന്നറിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ നോക്കണത്. താറാവിന് കുറച്ച് കൊടുത്താൽ മതി. താറാവ് എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ട്, അപ്പോൾ അവർ അത് മതി. പിന്നെ അതുപോലെ ചോറ് എപ്പോഴും ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയിൽ കുറയും. പിന്നെ കോഴിക്ക് തണവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. അതായത് കോഴിക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ അത് വിറ്റുകൾ വെള്ളത്തിൽ ഇറങ്ങാത്ത കാരണം ചൂട് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇലകളായാലും ഇതിൻ്റെ കാലിവിടെ കുടിക്കണം കേട്ടോ. ഇലകളായാലും എന്താണെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കോഴികൾക്കും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ താറാവാണ് കൂടുതലും തിന്നുന്നത്. ഇവർക്ക് തിരിച്ചിട്ട് കൊടുക്കണം താറാവിന്. അപ്പോൾ വൈകിട്ട് നമ്മൾ അത്യാവശ്യം തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാലത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കോഴികൾക്ക് തവിട് തിന്നില്ല കോഴികൾ. അപ്പോൾ അതുപോലെ നനച്ചിട്ടാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. കോഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറ് നിലത്തിട്ട് കൊടുത്തതാണ് കേട്ടോ, തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പം നിലത്ത് ഇങ്ങനെ വിതറിയിട്ടാലും ഇത് താറാവിനെ തിന്നുള്ളൂ. അത്രയ്ക്കിനും സ്പീഡ് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. താറാവിന് ചോറ് നല്ല എന്ത് സാധനം ഇട്ടാലും പെട്ടെന്ന് തന്നെ അവരുടെ വയറ്റിക്ക് പെട്ടെന്ന് എത്തും. അതുപോലെ കോഴികൾ ഈ ചെറിയ പൊക്കം വെച്ചിട്ട് തിന്നാൻ നിൽക്കണം. അപ്പോൾ അവർക്ക് ഇത്തിരി സമയം എടുക്കും കോഴികൾക്ക്. അതുപോലെ അല്ല ഈ താറാവ് പെട്ടെന്ന് കഴിക്കും. അതുപോലെ ഉള്ളിൽ കോഴികൾക്കും താറാവിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടുള്ള കാരണം കൊണ്ട് നമ്മൾ വോയിസ് വേറെയാണ് കൊടുക്കണത്. ഒന്നും നമ്മൾ പറഞ്ഞ് കേൾക്കില്ല. അത് കാരണം കൊണ്ട് വോയിസ് പിന്നെയാണ് കൊടുക്കണത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ കാലുമ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കോഴികളുടെ കാലുമ്പോൾ നിറച്ച് ടൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വല്ല റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അധികം ടൈറ്റ് ആക്കരുത് കേട്ടോ. പിന്നെ ലൂസിൽ വേണം അവർക്ക് രക്തോട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാല് ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിലൊക്കെ നോക്കണം. എന്നാലാണ് ഇവരുടെ കാലുമത്തെ ഇത് പെട്ടെന്ന് ടൈറ്റ് ആവാൻ കൂടുതൽ ടൈറ്റ് ആവും. അപ്പോൾ പിന്നെ അതവിടെ ചോര കട്ടായി നിൽക്കും. ചിലതിൻ്റെ കാല് മുറിച്ച് കളയേണ്ട വന്നിട്ട് പണ്ട്. അതൊക്കെ പണ്ടാണ്. പിന്നെ പിങ്കിത് എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസിലിട്ടേക്കണത്. നമുക്ക് ആവശ്യമുള്ള താറാവിനെ വരെ നമ്മൾ എടുത്ത് കൊടുക്കും. അത് നമുക്ക് നോക്കണ്ടാവില്ല. ഇപ്പം ഞാനില്ലെങ്കിൽ പോലും ഇവിടെ ആരുള്ളതെന്ന് വെച്ചാൽ അവർ അത് വിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിന് വിറ്റ് കഴിഞ്ഞാൽ വിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാലുമൊക്കെ ടൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് അത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ലെങ്ത്ത് കൂടുതലാണ്. നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടിയത് ആരും കാണുന്നില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ യൂട്യൂബുകാരെ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോയിലും കാണാൻ പാടില്ല. കുറച്ച് പോസ്റ്ററുകൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം നമ്മൾ പോയി ഒട്ടിക്കും. അതിൻ്റെ വീഡിയോ നാളെ ഇരിക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ ഈ വീഡിയോ അവസാനത്തിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം.